അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2ാം ക്ലാസ്സുകാർക്ക് നാളെ നടക്കാനിരിക്കുന്ന ലിസാനുൽ ഖുർആനിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. ആദ്യത്തെ പ്രവർത്തനം നക്തുബുൽ അജ്വിബ ബിലുഅത്തിൽ അറബിയ. അറബിയിൽ ഉത്തരം എഴുതാനാണ്. ആദ്യത്തെ ചിത്രം എന്താണെന്ന് നോക്കൂ. മാങ്ങയാണ് അല്ലേ. അതിൻ്റെ മുകളിൽ മാ ഹാദ എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്? ഉത്തരം എഴുതുമ്പോൾ ഹാദ വെച്ചിട്ട് തുടങ്ങണം. ക്വസ്റ്റ്യനിൽ ലാസ്റ്റുള്ള വേർഡ് വെച്ചിട്ട് വേണം അതിൻ്റെ ഉത്തരം എഴുതാൻ. ഹാദ മാഞ്ച. അടുത്ത ചിത്രം മാ ഹാദിഹി. പൂച്ചക്ക് എന്താ അറബിയിൽ പറയുക? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. പൂച്ചക്ക് ഹിറത്തുൻ എന്നാണ് പറയുക. അപ്പോൾ മാ ഹാദിഹി എന്ന് ചോദിച്ചാൽ ഉത്തരം ഹാദിഹി ഹിറത്തുൻ. അടുത്തത് മൻ ഹാദ. ഇത് ആരാണ് എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഹാദ വെച്ചിട്ടാണ് ഉത്തരം തുടങ്ങേണ്ടത്. ഹാദ ബാസിമുൻ. അടുത്തതോ മാ ഹാദിഹി. അതെന്താണ് തന്നിട്ടുള്ളത്? ഒരു പൂവിൻ്റെ ചിത്രമാണ് അല്ലേ. പൂവിന് എന്താ നമ്മൾ പഠിച്ചത്? സഹ്റത്തുൻ. അപ്പോൾ ഉത്തരം എഴുതുമ്പോൾ ഹാദിഹി സഹ്റത്തുൻ എന്നെഴുതുക. ഇനി 2ാമത്തെ പ്രവർത്തനം നോക്കൂ. നുക്കമ്മിലുമാ യുനാസിബു. യോജിച്ചത് ചേർക്കാനാണ്. ഹാദ ആദിഹി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1ാമത്തെ ചോദ്യം ബാബുൻ എന്നാണ്. അതിൻ്റെ യോജിച്ചത് ഹാദയാണോ ആദിഹിയാണോ? ഹാദ ബാബുൻ. 2ാമത്തത് ഷജറത്തുൻ. ഷജറത്തുൻ എന്നതിൻ്റെ ലാസ്റ്റ് ഹാത്ത ഉണ്ട് അല്ലേ. അപ്പോൾ അത് ഹാദിഹി ഷജറത്തുൻ. 3ാമത്തത് കുർസിയുൻ. ഹാദ കുർസിയുൻ. 4ാമത്തത് ദജാജത്തുൻ. അതിനും ഹാത്ത ഉണ്ട് അല്ലേ. അപ്പോൾ ഹാദിഹി ദജാജത്തുൻ. 5ാമത്തത് ദീക്കുൻ. അത് ഹാദ ദീക്കുൻ. 6ാമത്തത് സയ്യാറത്തുൻ. അതിന് ലാസ്റ്റ് ഹാത്ത ഉണ്ട് അല്ലേ. അപ്പോൾ ഹാദിഹി സയ്യാറത്തുൻ. ഈ വാക്കുകളുടെ ഒക്കെ അർത്ഥം മനസ്സിലാക്കി വെച്ചാലും ഈ ഉത്തരം എഴുതാൻ വളരെ എളുപ്പമാണ്. ആണിനൊക്കെ ഹാദ എന്നും പെണ്ണിന് ഹാദിഹി എന്നും കൊടുക്കുക. ഷജറത്തുൻ ദജാജത്തുൻ. ദജാജത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പിടക്കോഴിയാണ് അല്ലേ. ദീക്കുൻ എന്ന് പറഞ്ഞാലോ പൂവൻ കോഴിയാണ്. അപ്പോൾ പിടക്കോഴിക്ക് ആദിഹി എന്നും പൂവൻ കോഴിക്ക് ഹാദ എന്നുമാണ് കൊടുക്കേണ്ടത്. അങ്ങനെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കുക. 3ാമത്തത് നുക്കമിലു കമാഫിൽ മിസാൽ. ഉദാഹരണത്തിൽ തന്നതുപോലെ ബാക്കിയുള്ളതിൻ്റെ ഉത്തരം എഴുതാനാണ്. ഉദാഹരണം നോക്കൂ. ഉസ്താദിൻ്റെ ഫോട്ടോ ഉണ്ട് അല്ലേ. ഉസ്താദ് എന്താ പറയണത്? അന ഉസ്താദുൻ. ഞാൻ ഉസ്താദാണ് എന്ന് ഉസ്താദ് പറയാണ്. 1ാമത്തെ ചോദ്യത്തിൻ്റെ ചിത്രം നോക്കൂ. പെൺകുട്ടി ആൺകുട്ടിയോടാണ് പറയണത്. അപ്പോൾ ഇബ്നുൻ എന്നവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ എഴുതി ചേർക്കേണ്ടത് അൻത ഇബ്നുൻ. 2ാമത്തത് ആൺകുട്ടി പെൺകുട്ടിയോടാണ് പറയണത്. ബിന്തുൻ എന്നവിടെ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചേർക്കേണ്ടത്? അൻതി ബിന്തുൻ. 3ാമത്തത് വാഴപ്പഴമാണ് അല്ലേ. അന എന്ന് തന്നിട്ടുണ്ട്. വാഴപ്പഴത്തിന് എന്താ പറയുക? മൗസുൻ. അന മൗസുൻ. അപ്പം മൗസുൻ എന്നവിടെ എഴുതി കൊടുക്കുക. 4ാമത്തത് അന എന്ന് തന്നിട്ടുണ്ട്. പൈനാപ്പിളിൻ്റെ ചിത്രമുണ്ട്. അന അനാനാസുൻ. പൈനാപ്പിളിന് അനാനാസുൻ എന്നാണ് പറയുക. അപ്പോൾ അതവിടെ ആ കള്ളിയിൽ അനാനാസുൻ എന്ന് എഴുതി കൊടുക്കുക. ഇതാണ് 2ാം ക്ലാസ്സുകാർക്ക് കഴിഞ്ഞ വർഷം ചോദിച്ച ലിസാനുൽ ഖുർആനിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്നായിട്ട് പഠിക്കുക. അസ്സലാമു അലൈക്കും.